الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس صدق الله. നേരെ ദ്വാരക്കാണ് വേണ്ടത്. എന്നാലും ബറക്കത്തിന് ഒരൊറ്റ സംഭവം പറയാണ്. കാരണം ഇത്രയും നേരം നിന്നില്ലേ, ഒരു 5 മിനിറ്റ് അല്ലേ നിൽക്കാലോ. ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ, തങ്ങളെ നാം അയച്ചിട്ടില്ല, ലോകത്തിന് മുഴുവനും അനുഗ്രഹമായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോ ലോകത്ത് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് തങ്ങളെക്കാൾ വലുതായിട്ട് ഒരാളുണ്ടെങ്കിൽ അത് അല്ലാഹു ആകുന്ന മാലിക്കുൽ മുലൂക്കാകുന്ന റബ്ബ് മാത്രമാണ്. റബ്ബ് കഴിഞ്ഞാൽ ഏറ്റവും ഫളലുള്ള വ്യക്തി സയ്യിദുൽ അബ്റാർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട്, ശബ്ദം ശ്രവിക്കുന്നവരോട് വിനയത്തോടെ പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നന്നായി സ്വലാത്ത് ചൊല്ലണം. മൻ സ്വല്ലാ അലൈയ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറ എന്ന് ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചതാണ്. എന്ന് പറഞ്ഞാൽ മൻ സ്വല്ലാ അലൈയ സ്വലാത്തൻ, ആരെങ്കിലും എന്റെ മേലൊരു സ്വലാത്ത് ചൊല്ലിയാൽ അവൻ അല്ലാഹു തആല 10 നന്മ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10 ദറജ കൂടുമെന്നല്ല പറഞ്ഞത്, 10 സ്ഥാനം കൂടുമെന്നല്ല പറഞ്ഞത്. പിന്നെയോ ചെല്ലുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവന്റെ സകല വിധത്തിലുള്ള ഹമ്മുകളും ദുനിയാവിലെയും ആഖിറത്തിലെയും സകല പ്രശ്നങ്ങൾക്കും സ്വലാത്ത് പരിഹാരമാണെന്നാണ് തങ്ങൾ പറഞ്ഞത്. അത് ബഹുമാനപ്പെട്ട കഅബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് സ്ഥിരപ്പെട്ട സംഗതിയാണ്. അക്സിറു അലയ്യ, എത്രമേൽ എന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുന്നോ നിനക്ക് അത്രമേൽ അനുഗ്രഹമാണ്, അത്രമേൽ നല്ലതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് പറയട്ടെ, ഏതു സമയത്ത് വേണമെങ്കിലും മൗത്താകാം. നമ്മുടെ വീട്ടിലുള്ള എസിക്ക് ഗ്യാരണ്ടിയുണ്ട്, മറ്റുള്ള ഉപകരണ സാധനങ്ങൾക്ക് ഗ്യാരണ്ടിയുണ്ട്. പക്ഷേ ഇതെല്ലാം ഉപയോഗിക്കുന്ന എനിക്കും നിങ്ങൾക്കും യാതൊരു വിധത്തിലുള്ള ഗ്യാരണ്ടിയുമില്ല. ഏത് സമയത്തും അല്ലാഹു തആലയാകുന്ന മലിക്കുൽ ജബ്ബാറായ റബ്ബ് വിളിക്കുമ്പോ വിനയത്തോടെ കിടന്നു കൊടുക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. അവിടെ രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള മജ്ലിസുകളല്ലാതെ രക്ഷപ്പെടാൻ വേറൊരു മാർഗവുമില്ല. ലോക നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലുള്ള സ്വലാത്തല്ലാതെ രക്ഷപ്പെടാൻ യാതൊരു വിധത്തിലുള്ള മാർഗവും കാണുന്നില്ല. കാരണം സ്വലാത്ത് ചെല്ലുന്നതിനനുസരിച്ച് നമ്മുടെ പദവികൾ കൂടുന്നു, നമ്മുടെ പ്രശ്നങ്ങൾ മാറുന്നു, പ്രതിസന്ധികൾ നീങ്ങുന്നു. ഇങ്ങനെ നമ്മൾ അല്ലാഹു ആകുന്ന റബ്ബിലേക്ക് അടുക്കുന്നു. അതുവഴി ലോക നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് നമുക്കൊരു അഡ്രസ് ഉണ്ടാകുന്നു, ഒരു മേൽവിലാസം ഉണ്ടാകുന്നു. അതുവഴി നല്ലൊരു ഈമാനുള്ള കാമിലായ മരണം നമുക്ക് കിട്ടുകയാണ്. മുഅ്മിനീങ്ങളെ, രാത്രി ഒരുപാട് സമയമായതുകൊണ്ട് നിങ്ങളുടെ സുബഹി എങ്ങാനും ആയിപ്പോയാൽ പിന്നെ ഞാനതിന് ഹിസാബ് പറയാൻ പറ്റും.
അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞത് ഒരു ബറക്കത്തിന് പറഞ്ഞതായിട്ട് സ്വീകരിച്ച് അല്ലാഹു തആല ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിലും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും പകർത്താൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على النور الأنوار وسر الأسرار وترياق الأغيار ومفتاح باب اليسار سيدنا محمد صلى الله عليه وسلم وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضاله റഹ്മാനായ രാജ സയ്യിദായ മാലിക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയതിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മഗ്രിബ് കഴിഞ്ഞത് മുതൽ അല്ലാഹുവേ ഇന്നിവിടെ നടന്ന സകല മജ്ലിസുകളും മൗലിദിന്റെ മജ്ലിസുകളും റബ്ബേ നീ കബൂലാക്കണം റഹ്മാനെ. അതിന്റെ ഒക്കെ ബറക്കത്ത് ഈ മജ്ലിസിൽ ഹാദിറായിട്ടുള്ള ഞങ്ങളിൽ ഓരോരുത്തരിലും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ദുനിയാവിൽ ഞങ്ങൾക്കുള്ള എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും നീ നീക്കിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ കാമിലായ ഈമാൻ നൽകണേ റഹ്മാനെ. എങ്ങനെ എവിടെ കിടന്നു മരിച്ചാലും കാമിലായ ഈമാനോടുകൂടി മൗത്താവാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബുകളെ നന്നാക്കണേ റഹ്മാനെ, സ്വഭാവത്തെ നന്നാക്കണേ റഹ്മാനെ, ശരീരത്തെ നന്നാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ ഹാദിറായിട്ടുള്ള ഞങ്ങൾ ഓരോരുത്തരുടെയും ഓരോ വിഷയങ്ങളും റബ്ബേ നിനക്കറിയാമല്ലോ അല്ലാഹ്. നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് അത് മുഴുവനും നീ ഹാസിലാക്കണേ റഹ്മാനെ. എല്ലാ പ്രതിസന്ധികളും മാറ്റി തരണേ റഹ്മാനെ, പ്രയാസങ്ങൾ നീക്കണേ റഹ്മാനെ, രോഗങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ റഹ്മാനെ, ഹൈറായ വിവാഹം ആലോചിക്കുന്നവർക്ക് സാലിഹീങ്ങളായ ലാഹിഖായ ചേർന്ന വധൂവരന്മാരെ കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് പ്രായമുള്ളവർ ഈ മജ്ലിസിലുണ്ട് റഹ്മാനെ. അല്ലാഹ്, അവർക്കെല്ലാം നീ ആഫിയത്തുള്ള സിഹത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. ഒരുപാട് ആലിമീങ്ങളുണ്ട് റബ്ബേ, അവരുടെയും നമ്മുടെ ഇൽമിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും റബ്ബേ നിന്റെ വജ്ഹിനാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ പൊരുത്തത്തിലാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഖുവത്തിലും മനാമിലും നിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അതിനു പറ്റുന്ന നല്ല ജീവിതം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ കുറവുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നീ നീക്കിത്തരണം റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് ഉമ്മമാര് മറക്കപ്പുറത്തിരുന്ന് ആമീൻ പറയുന്നുണ്ട്, അവർക്കും നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ സ്ഥാപനത്തെ നെഞ്ചിലേറ്റിയ ഒരുപാട് ആളുകൾ അല്ലാഹുവേ, അവർക്കെല്ലാം നീ ഹൈറും ബറക്കത്തും നൽകണം റഹ്മാനെ.
സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി ഈ സ്ഥാപനത്തെ നെഞ്ചിലേറ്റിയവർക്കെല്ലാം നീ ഹൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. ഖിയാമത്ത് നാൾ വരെ ഈ സ്ഥാപനത്തെ നീ നിലനിർത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഉഖറവിയായ ആലിമീങ്ങളിൽ ഇവിടുത്തെ ഉസ്താദുമാരെയൊക്കെ നീ ചേർത്തി കൊടുക്കണേ റഹ്മാനെ. വിശിഷ്യ നമ്മുടെ സഖാഫി ഉസ്താദ് റബ്ബേ ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടി അല്ലാഹുവേ അഹോരാത്രം കഷ്ടപ്പെടുന്ന ഉസ്താദിന്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് പറഞ്ഞു. റബ്ബേ, അവർക്കെല്ലാം നീ ഹൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, അവരിൽ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ ഖബറിലേക്ക് ഞങ്ങൾ ഓതിയതിന്റെ സവാബിനെ നീ എത്തിക്കണേ റഹ്മാനെ. അവർക്കും നമുക്കും നീ കാമിലായ മഗ്ഫിറത്ത്, മർഹമത്ത്, സലാമത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, കീറിമുറിക്കുന്ന രോഗങ്ങൾ തന്ന് നീ ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ല റഹ്മാൻ. അല്ലാഹുവേ, ചൂടുകൊണ്ട് ആളുകളൊക്കെ പ്രയാസത്തിലാണ്. റബ്ബേ, നല്ല മഴ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാം നീ ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും ശാരീരിക മാനസിക അസുഖങ്ങളും